ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः। ॐ ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ശ്രീ ഗുരുവും ശ്രീ ശാരദയും കുടുംബത്തിലെ ബഹുമാന്യനായ ആചാര്യൻ മനോജ് ശാസ്ത്രി അവർകൾ, ആചാര്യ സുലേഖാമ്മ, കോർഡിനേറ്റർ അനിൽജി, അഡ്മിൻ പാനൽ അംഗങ്ങൾ, ബാലവേദിയിലെ കുഞ്ഞുമക്കളെ, ഗ്രൂപ്പിലെ പ്രിയ ആത്മസഹോദരങ്ങളെ, ഏവർക്കും എൻ്റെ വിനീത നമസ്കാരം. മേടമാസത്തിലെ തിരുചതയം നാളിൽ തുടക്കം കുറിച്ച ശിവകുടുംബകം സീസൺ 2-ൽ വിനായകാഷ്ടകം മന്ത്രത്തിൽ ഭാഗം 5 വ്യാഖ്യാനം ചെയ്യാൻ പോകുന്നത്. മഹാഗുരുവിൻ്റെയും അമ്മയുടെയും പാതാരവിന്ദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് തുടങ്ങുന്നു. 1083-ൽ ഗുരുദേവൻ നാഗർകോവിലിനടുത്തുള്ള കോട്ടാർ സന്ദർശിക്കുകയും അന്ന് ആ നാട്ടിലെ ആരാധനാമൂർത്തികളായിരുന്ന മല്ലൻ, ചുടലമാടൻ, കരിങ്കാളി മുതലായ ദുർദേവതകളുടെ വിഗ്രഹങ്ങൾ എടുത്തുമാറ്റി പിള്ളാർകോവിലെന്ന മനോഹരമായ ഗണപതി ക്ഷേത്രം പണി കഴിപ്പിച്ചു പ്രതിഷ്ഠ നടത്തുകയുമുണ്ടായി. തുടർന്ന് രചിച്ചതായിരിക്കണം വിനായകാഷ്ടകം എന്ന കൃതി. ലളിതമായ സംസ്കൃത ഭാഷയിൽ രചിച്ചിട്ടുള്ള ഈ കൃതിയിൽ 8 പദ്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. കരാരൂഢമോക്ഷം വിപദ്ഭംഗദക്ഷം ചലത്സാരസാക്ഷം പരാശക്തിപക്ഷം ശ്രിതാമർത്യവൃക്ഷം സുരാരീദ്രുതക്ഷം പരാനന്ദപക്ഷം ഭജേ ശ്രീ ശിവാക്ഷം. കരാരൂഢമോക്ഷം, ഉള്ളം കയ്യിൽ മോക്ഷത്തെ ആരൂഢം ചെയ്തിരിക്കുന്നവനെ നാം എല്ലാവരുടെയും ജീവിതം എന്ന് പറയുന്നത് മോക്ഷപ്രാപ്തിക്കായാണ്. ആ മോക്ഷത്തെ ഉള്ളം കയ്യിൽ സൂക്ഷിച്ച ആളാണ് വിനായകൻ. അതുപോലെ വിപദ്ഭംഗദക്ഷം, എല്ലാ ആപത്തുകളിൽ നിന്നും എല്ലാ ദോഷങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കാൻ ഭഗവാൻ വിനായകന് സാധിക്കും. ചലത്സാരസാക്ഷം, ചലിക്കുന്ന അല്ലെങ്കിൽ ഇളകുന്ന താമരയുടെ ഇതൾ പോലെ മനോഹരമായ കണ്ണുകളോട് കൂടിയവനും. പരാശക്തി പക്ഷം, ശ്രീ പാർവതീ ദേവിയോടൊപ്പം പക്ഷം ചേർന്ന് നിൽക്കുന്നവനും. ശ്രിതാമർത്തി വൃക്ഷം, ആശ്രിതന്മാർക്ക് ആഗ്രഹിക്കുന്നതെന്തും നൽകുന്ന ഒരു കൽപ്പവൃക്ഷമാണ് ഭഗവാൻ വിനായകൻ. സുരാരീദ്രുതക്ഷം, അസുരിതമായ വൃക്ഷത്തിന് തച്ചനായവൻ. ദോഷമായതിനെ അറുത്തു മാറ്റാനുള്ള ശക്തിയുള്ളവനാണ് ഭഗവാൻ വിനായകൻ. പരാനന്ദപക്ഷം, പരമാനന്ദപക്ഷം എന്ന് പറയുന്നത് ബ്രഹ്മാനന്ദത്തെ ലഭിക്കാൻ ഭഗവാനെ ഭജിച്ചാൽ മതി. പരമമായ ആനന്ദം എന്ന് പറഞ്ഞാൽ മോക്ഷപ്രാപ്തി തന്നെയാണ്. നാം എല്ലാവരും ആഗ്രഹിക്കുന്നതും ആ മോക്ഷപ്രാപ്തി തന്നെയാണ്. ഭജേ ശ്രീ ശിവാക്ഷം, അങ്ങനെയുള്ള മംഗളവും ഐശ്വര്യവും തുളുമ്പി നിൽക്കുന്ന കണ്ണുകളോട് കൂടിയവനുമായ വിനായകനെ ഞാനിതാ ഭജിക്കുന്നു. ഭഗവാൻ ശ്രീനാരായണ ഗുരു എത്ര മനോഹരമായാണ് വരികളിൽ വിനായകനെ വർണ്ണിച്ചിരിക്കുന്നത്.
പരാശക്തി പക്ഷം പാർവതീദേവിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന വിനായകൻ എന്ന് പറയുമ്പോൾ അമ്മയുടെ അഭീഷ്ടത്തോട് ചേർന്ന് നിൽക്കുന്ന മകനെയാണ് ഗുരു വരികളിലൂടെ വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, പരാനന്ദപക്ഷം അമ്മയോട് ചേർന്ന് നിൽക്കുന്നവൻ എന്ന് പറയുന്ന ആ ഒരു വാക്കിൽ നിന്നും അമ്മയുടെ അഭീഷ്ടത്തോട് ചേർന്ന് നിൽക്കുന്ന മകനെ തന്നെയാണ് ഗുരു നമുക്ക് നൽകുന്ന ആന്തരികാർത്ഥം. നമുക്കറിയാം ആത്മമിത്രങ്ങളെ, വൃദ്ധസദനങ്ങളും മറ്റും കൂടി വരുന്ന ഒരു കാലഘട്ടമാണിത്. അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ഗുരു നമുക്ക് നൽകുന്ന ആന്തരിക അർത്ഥമാണ് അമ്മയുടെ പക്ഷം ചേർന്ന് നിൽക്കുന്ന മകനായി വളരുക. അതെ, നമുക്ക് നമ്മുടെയൊക്കെ കടമകളെ കൃത്യമായി നിർവഹിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കാം. എല്ലാത്തിൻ്റെയും സാരാംശം ഒന്ന് തന്നെയാണ്: മോക്ഷപ്രാപ്തി. അങ്ങനെ ഒരു മോക്ഷപ്രാപ്തി, അങ്ങനെ ഒരു പരമാനന്ദത്തിൽ എത്തിച്ചേരാൻ ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും, എൻ്റെ ആത്മമിത്രങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരാരൂഢമോക്ഷം വിപദ്ഭംഗതക്ഷം ചലത്സാരസാക്ഷം പരാശക്തിപക്ഷം ശ്രിതാമർത്യവൃക്ഷം സുരാരീതൃദക്ഷം പരാനന്ദപക്ഷം ഭജേ ശ്രീ ശിവാക്ഷം. ഉള്ളംകൈയിൽ മോക്ഷത്തെ ആരൂഢം ചെയ്തിരിക്കുന്നവനെ ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കുന്ന ഇളകുന്ന താമരയുടെ ഇതൾ പോലെ കണ്ണുകളോട് കൂടിയവനും പാർവതീദേവിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആശ്രിതന്മാർക്ക് കൽപ്പവൃക്ഷമായിട്ടുള്ളവനും അസുരിതമായ വൃക്ഷത്തിന് തച്ചനായവനും ബ്രഹ്മാനന്ദത്തെ നൽകുന്ന ഭഗവാനെ ഭജിക്കുന്നു. മംഗളവും ഐശ്വര്യവും തുളുമ്പി നിൽക്കുന്ന കണ്ണുകളോട് കൂടിയവനുമായ വിനായകനെ ഞാനിതാ ഭജിക്കുന്നു. പ്രിയ ആത്മമിത്രങ്ങളെ, ഈ ഒരു പദ്യം എനിക്ക് എൻ്റെ വ്യാഖ്യാനിക്കാൻ അവസരം തന്ന മഹാഗുരുവിനും ഗ്രൂപ്പിലെ അംഗങ്ങൾക്കും എല്ലാവർക്കും ആത്മാർത്ഥമായി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ഗുരുദേവധർമ്മം വിജയിക്കട്ടെ.